അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കുക. ചില ആളുകൾ 5 വക്ത് നിസ്കരിക്കും, മറ്റ് സൽക്കർമ്മങ്ങൾ എല്ലാം ചെയ്യും. പക്ഷേ അവർ അവരുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരാണ്. നാം ചെയ്യുന്ന അമലുകൾ ഇഖ്ലാസുള്ളതായിരിക്കണം. ആരെക്കുറിച്ചും ഉള്ളതോ ഇല്ലാത്തതോ ആയ കാര്യങ്ങൾ നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് പോലും വരാൻ പാടില്ല. ഗീബത്തെന്ന് പറയുന്ന നമ്മുടെ മാനസിക രോഗത്തെ തൊട്ട് എപ്പോഴും അള്ളാഹുവിനോട് കാവലിന് ചോദിച്ചു കൊണ്ടിരിക്കുക. നാം ചെയ്യുന്ന അമലുകൾ അത് നമുക്ക് തന്നെ ലഭിക്കണം, അത് നമുക്ക് തന്നെ നാളെ ഖബറിൽ കൂട്ടായി വരണമെന്നുള്ള ചിന്തയോടുകൂടി വേണം നമ്മുടെ ഓരോ അമലുകളും അനുഷ്ഠിക്കാൻ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിയ ജീവിതത്തിൽ നാം ചെയ്തു കൂട്ടുന്ന ചെറിയ ചെറിയ അമലുകൾ ഒരിക്കലും നമ്മുടെ നാവിൻ്റെതായ ഫലം കൊണ്ട് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഗൈബത്തിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. റിയായിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം ചെയ്യുന്ന അമലുകൾ പരിപൂർണമായും അള്ളാഹു സ്വീകരിച്ച് ഇരു വീട്ടിലും അതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.